പല ആൾക്കാരും നന്നായിട്ട് ജോലി ചെയ്യും, നല്ല ഏകാഗ്രത, നല്ല ഫോക്കസ് എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ജീവിതത്തിൻ്റെ കാര്യം വരുമ്പോൾ ഗംഭീര ഫെയിലിയർ ആയിരിക്കും. കാരണം ജീവിതവും പ്രൊഫഷനവും ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റാത്ത കുറേ പേരുണ്ട്. ജീവിതത്തിൽ സക്സസ് ആയിരിക്കും, പ്രൊഫഷണൽ ഫെയിൽ ആയിരിക്കും. പ്രൊഫഷണൽ സക്സസ് ആയിരിക്കും, ജീവിതത്തിൽ ഫെയിൽ ആയിരിക്കും. രണ്ടിലും കൂടി വിജയിക്കണമെങ്കിൽ കുറച്ച് എഫർട്ടുകൾ, കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഏതൊക്കെയാണ് ആ 10 പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ? ഒന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എനർജി കിട്ടുന്ന ഒരു പരിപാടിയിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് എൻഗേജ് ആവുക എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ നിങ്ങൾക്ക് എനർജി കിട്ടുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നടക്കുന്നതായിരിക്കാം, ഓടുന്നതായിരിക്കാം, ജിമ്മിൽ പോകുന്നതായിരിക്കാം, ബുക്ക് വായിക്കുന്നതായിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും, മെഡിറ്റേഷൻ ചെയ്യുന്നതായിരിക്കാം. ഇതെല്ലാം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എനർജി തരുന്ന ഒരു പരിപാടിയായിരിക്കും. സോ അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു മോർണിംഗ് റൂട്ടീൻ, ആ മോർണിംഗ് മൊമെൻറ്റം റൂട്ടീൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എനർജി കിട്ടുന്നുണ്ട്, നിങ്ങൾ മോട്ടിവേറ്റഡ് ആവുന്നുണ്ട്, നിങ്ങളുടെ ജീവിതത്തിനൊരു പർപ്പസ് ഉണ്ട്, നിങ്ങളുടെ ജീവിതത്തിനൊരു ക്ലാരിറ്റി എപ്പോൾ വരും. അങ്ങനെ കുത്തഴിഞ്ഞ ജീവിതം ആകാതിരിക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക. ദിവസവും അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എനർജി നൽകുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെടുക. അപ്പോൾ മദ്യപിക്കുന്നത് എനിക്ക് എനർജി എന്ന് കരുതി രാവിലെ പെഗടിക്കാൻ നിൽക്കരുത് കേട്ടോ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കി തരും. രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻറ്റൻഷണൽ പ്രോക്രാസ്റ്റിനേഷനാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ അർജൻ്റ് അല്ലാത്തൊരു പരിപാടിയാണെങ്കിൽ അത് നാളേക്ക് മാറ്റി വയ്ക്കാം, അതിൽ തെറ്റില്ല. അത് നാളേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇപ്പോൾ അർജൻ്റായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ ഇപ്പോൾ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് ഏർപ്പെടുക. മറ്റേ സാധനം നമുക്ക് പിന്നെ ചെയ്യാം, നമുക്ക് അർജൻ്റ് ഇല്ലല്ലോ, അത് പതുക്കെയായാലും മതിയല്ലോ, നമുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇൻറ്റൻഷനലി ഒരു വേണമെന്ന് കരുതിക്കൊണ്ട് ഒരു സാധനം നാളേക്ക് മാറ്റി വയ്ക്കുന്നൊരു പരിപാടി, അത്രേ ഉള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, അർജൻ്റ് അല്ലാത്ത ഒരു കാര്യം മാത്രമായിരിക്കണം മാറ്റി വയ്ക്കേണ്ടത്. അർജൻ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളിപ്പോൾ ചെയ്യുക. കാരണം അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഔട്ട്കം മാത്രമായിരിക്കും നിങ്ങൾക്ക് ഗുണകരമായിട്ടുണ്ടാവുള്ളൂ. മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനർജി മാപ്പാണ്. അതായത് നിങ്ങൾക്ക് എനർജി നൽകുന്ന കുറേ കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും എനർജി ഡിഫറെൻറ്റ് ലെവലിലായിരിക്കും. ചില സമയത്ത് വളരെ എനർജി ആയിരിക്കും, ചില സമയത്ത് വളരെ എനർജി കുറവായിരിക്കും. ഈ എനർജി കുറയുന്ന സമയത്ത് നല്ല ഇൻറ്റൻസീവായിട്ട് നിങ്ങൾ ഗംഭീരമായിട്ട് ചെയ്യേണ്ട ഒരു വർക്ക് ഒരിക്കലും ചെയ്യാനായിട്ട് പോകരുത്. അതായത് എനർജി കൂടുതലുണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടേണ്ട എത്രയും വലിയ ലക്ഷ്യങ്ങളാണോ മുമ്പിലുള്ളത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ആ എനർജി ഉള്ള സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. എനർജി ഇല്ലാത്ത സമയത്ത്, ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, ജീവിതത്തിൽ അത്രയും വേണം എന്ന് ആവശ്യമില്ലാത്തൊരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഒരു സാധാ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യം, ആ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എനർജി ഇല്ലാത്ത സമയം ഉപയോഗിച്ചാൽ മതി. അല്ലാതെ നല്ല എനർജി ഉണ്ടാകുന്ന സമയത്ത് വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു പരിപാടിക്ക് പോയിട്ട് തലയിടരുത്. നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയാണെങ്കിൽ ആ കാര്യം മാത്രം ഹൈ എനർജി ആയിട്ടുള്ള ആ സമയത്ത് ചെയ്യുക. പല ആൾക്കാർക്കും പല സമയത്തായിരിക്കും ഈ പറയുന്ന ഹൈ എനർജി ടൈം. ചില ആൾക്കാർക്ക് രാവിലെ ആയിരിക്കാം, ചില ആൾക്കാർക്ക് ഉച്ചയ്ക്കായിരിക്കാം, ചില ആൾക്കാർക്ക് വൈകുന്നേരം ആയിരിക്കും, ചില ആൾക്കാർക്ക് രാത്രി ആയിരിക്കും. രാത്രി 10 മണിക്ക് ശേഷമൊക്കെ നൈറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓഫീസ് ജോലിക്ക് പുറമെ വീട്ടിൽ വന്നിട്ട് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന പല ആൾക്കാരുണ്ട്. സോ എനർജി ലെവൽ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. പൊതുവേ ആൾക്കാർക്ക് രാവിലെ ആയിരിക്കാം. സോ ഇൻറ്റൻസീവായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. നാലാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഡിസിഷൻ ഫാറ്റേഗ് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഓരോ ദിവസവും നമ്മൾ ഓരോന്നിനു വേണ്ടി അലൗട്ട് ചെയ്ത് വെക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ തിങ്കളാഴ്ച നിങ്ങൾ ബിസിനസ്സിൻ്റെ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിൽ മാർക്കറ്റിങ്ങിന് എന്തൊക്കെ ചെയ്യാം, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. ചൊവ്വാഴ്ച വേണമെങ്കിൽ മീറ്റിംഗ്, ക്ലയൻസ് മീറ്റിംഗ്, അല്ലെങ്കിൽ ബിസിനസ് മീറ്റിംഗ്, പല ടൈപ്പിലുള്ള മീറ്റിംഗ്. എക്സാമ്പിളാണ് കേട്ടോ ഇതൊക്കെ പറയണത്, ഇങ്ങനെ ചെയ്യണം എന്നല്ല. സോ ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള ടാസ്കിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ദിവസത്തെയും നമുക്കിങ്ങനെ ഒരു തീം വെച്ചിട്ട് നമുക്ക് അലൈൻ ചെയ്യാം. ബുധനാഴ്ച വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസിന് വേണ്ടി പോകുന്ന കാര്യത്തെക്കുറിച്ച് നോക്കുന്ന ആ പരിപാടി നോക്കാം. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട ഒരു സ്പെഷ്യൽ തീമും ഉണ്ടായിരിക്കും. ആ തീമിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ബാക്കിയുള്ള ജോലികളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓരോ ദിവസം എന്തൊക്കെ ചെയ്യുന്നുള്ളത് 10 കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ബുധനാഴ്ചയല്ല, ഇന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യം ഈ ഒരു ഭാഗമാണ്, ബിസിനസ്സിൻ്റെ ഈ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ജോലിയുടെ ഈ ഒരു ഭാഗമാണ്, ഇതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം. ക്ലാരിറ്റി ഉണ്ട്. മറ്റേത് 10 കാര്യങ്ങൾ മുമ്പിലോട്ട് വരുന്ന സമയത്ത് ഏതെടുക്കും, എങ്ങനെ ചെയ്യും, എന്ത് തീരുമാനം ഞാനിപ്പോൾ എടുക്കും, പ്രശ്നം അവിടെ വരാൻ തുടങ്ങി. അങ്ങനെ വരാൻ പാടില്ല. സോ പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള എളുപ്പവഴി ഇതാണ്, തീരുമാനങ്ങൾ കുറയ്ക്കുക. അതിനെന്ത് ചെയ്യണം,
നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ടൈം ടേബിളിലൂടെ പോകാൻ നോക്കണം. നിങ്ങളുടെ വർക്കിൻ്റെ കൂടെ ഈ കാര്യം കൂടി ആയിരിക്കും തിങ്കളാഴ്ച വരിക, നിങ്ങളുടെ വർക്കിൻ്റെ കൂടെ ഈ കാര്യമായിരിക്കും ചൊവ്വാഴ്ച വരിക. ഓരോ കാര്യങ്ങൾ ഓരോ ദിവസത്തേക്കായിട്ട് അറേഞ്ച് ചെയ്യുക, സ്കെഡ്യൂൾ ചെയ്ത് വയ്ക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ആ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് എന്താ പറയുക ഇൻറ്റൻസീവായിട്ട് ഫോക്കസോട് കൂടി ചെയ്യാൻ പറ്റുക കാര്യം. കാരണം ക്ലാരിറ്റി ഉണ്ട്. എല്ലാ കാര്യവും അങ്ങനെ ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയും ശ്രദ്ധിക്കാൻ പറ്റും, നിങ്ങളുടെ ഫാമിലിയും നിങ്ങളുടെ ലൈഫും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. നിങ്ങളുടെ തല കുപ്പത്തൊട്ടി പോലെ ആവില്ല. കാരണം തീരുമാനങ്ങൾക്കെല്ലാം ക്ലാരിറ്റി ഉണ്ട്. 5ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിജിറ്റൽ മിനിമലിസമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഡോപ്പമിൻ ഡീടോക്സിൻ്റെ ഒരു വേറൊരു ടൈപ്പ്. ഒന്നുമില്ല, നമ്മൾ ഡിജിറ്റൽ കൺസപ്ഷൻ കുറയ്ക്കുക. ടി വി ആയാലും കമ്പ്യൂട്ടർ ആയാലും നമ്മൾ മൊബൈലാണെങ്കിലും ടാബ്ലറ്റ് ആണെങ്കിലും എനിത്തിങ് നമ്മുടെ ഡിജിറ്റൽ കൺസപ്ഷൻ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക. എന്തിനാണ് ചോദിക്കുകയാണെങ്കിൽ ഫോക്കസ് കൂട്ടാൻ. കാരണം ഡിജിറ്റൽ കൺസപ്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല സാധനങ്ങളാണ് നമ്മുടെ തലയിൽ കൂടെ കയറി പോകുന്നത്. നമ്മളുടെ ശ്രദ്ധ പല വഴിക്കും ചിതറിപ്പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഫോക്കസ്, ഏകാഗ്രത എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് അവിടെ കിട്ടണം എന്നില്ല. അത് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള പല സാധനത്തിലും പോയിട്ട് തലയിടുന്ന പരിപാടി നിർത്തുക. രാത്രി ഇത്ര നേരം ഒരു സമയം നമ്മളതിനെ അലോട്ട് ചെയ്ത് വയ്ക്കുക. ആ സമയത്ത് നോക്കിക്കോ, ആ സമയത്ത് നിങ്ങൾ എൻജോയ് ചെയ്തോ. പക്ഷെ നിങ്ങളുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം. സോ അതിനൊരു ടൈം നിങ്ങൾ മാറ്റി വെച്ച് ആ സമയത്ത് ചെയ്യുക. ബാക്കിയുള്ള സമയത്ത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ, നിങ്ങളുടെ അത് ഇതെല്ലാം ഓഫ് ചെയ്ത് വെക്കുക. എന്തിനാണ് വെറുതെ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലയാൻ വിടുന്നത്? അതൊക്കെ നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്തുകൂടെ? അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ ജോലിയും ഈസി ആയിട്ട് കൊണ്ടുപോയിക്കൂടെ? മറ്റേത് നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട സാധനങ്ങളൊക്കെ ഓൺ ചെയ്ത് വെക്കുന്ന സമയത്ത് എന്തായിരിക്കും നിങ്ങളുടെ ശ്രദ്ധ പോകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ടൈം കൂടും. മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ അത് ലൈഫിനെ ബാധിക്കും. കാരണം എന്താ, ലൈഫിലേക്കാണ് കയറുക. ടൈം കൂടുന്ന സമയത്ത് നമ്മൾ പിന്നെ ജീവിതത്തിൽ നിന്നും സമയം എടുക്കേണ്ടി വരും. നിങ്ങൾ ജീവിക്കാൻ വെച്ചിരിക്കുന്ന സമയം എടുത്തിട്ട് നിങ്ങളിപ്പോൾ ജോലി ചെയ്യാനായിട്ട് മാറ്റി വെക്കേണ്ടി വരും. സോ നിങ്ങൾ മൊത്തത്തിൽ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ പ്രൊഫഷനും തമ്മിൽ ഒരു ബാലൻസും ഉണ്ടായിരിക്കില്ല. പണിയെടുക്കാനായിട്ട് ജനിച്ച ഒരാൾ എന്നായിരിക്കും നിങ്ങളുടെ അവസ്ഥ. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയണത്. 6ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 3MIT സ്ട്രാറ്റജിയാണ്. അത് ഡെയിലി ചെയ്യാവുന്നൊരു കാര്യമാണ്. ദിവസവും നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക് അതെന്താണെന്നുള്ളത് നിങ്ങളാദ്യം കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ഡെയിലി ചെയ്യേണ്ട ഈ 3 കാര്യം എന്താണ്? ഓരോ ദിവസം ഓരോന്നായിരിക്കാം, ചിലപ്പോൾ സെയിം ആയിരിക്കാം. അത് ഓരോരുത്തരുടെ ജോലിയും അവരുടെ പഠിപ്പും അവരുടെ ചെയ്യുന്ന പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. സോ ഡെയിലി ഒരു 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ടാസ്ക് നിങ്ങൾ മാറ്റി വയ്ക്കുക, എഴുതി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? എന്തും ചെയ്ത് തീർക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന 3 ഇമ്പോർട്ടൻ്റ് ടാസ്ക് ആദ്യം നിങ്ങൾ ചെയ്ത് തീർക്കുക. ബാക്കിയുള്ളതൊക്കെ പിന്നെ. അല്ലെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും ചോദിക്കുകയാണെങ്കിൽ, ഈ പറയുന്ന മടിയൻ മല ചുമക്കും എന്ന് പറയുന്നൊരു പരിപാടിയില്ലേ, അതായിരിക്കും. അതായത് ഭാവിയിൽ നമ്മൾ ഇതൊക്കെപ്പാടെ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ ഹെക്റ്റിക്കാവും, നമ്മളെ കൊണ്ട് പറ്റത്തില്ല. സോ എന്ത് ചെയ്യുക? ചെയ്യേണ്ട കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ദിവസവും നമ്മൾ ചെയ്യേണ്ടത് എഴുതി വയ്ക്കുക. അത് കൃത്യമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ പറയുമ്പോൾ മടിയൻ മല ചുമക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഭാവിയിൽ വരില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടന്നു പോകും. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ അതിൻ്റെ താഴെ വരുള്ളൂ. ബാക്കിയുള്ളത് ചെയ്യേണ്ടതെന്നല്ല കേട്ടോ, അതതിൻ്റെ കീഴിലേ വരുള്ളൂ. ഫസ്റ്റ് ഇതിന് പ്രയോറിറ്റി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നാളേക്ക് ഒന്നും മാറ്റി വെക്കേണ്ടി വരില്ല. നിങ്ങളുടെ ലൈഫും നിങ്ങളുടെ പ്രൊഫഷനും തമ്മിലുള്ള ഒരു ബാലൻസ് അവിടെ വരും. നാളേക്ക് മാറ്റി വെക്കുന്ന സമയത്ത് നിങ്ങൾ ജീവിക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ സിനിമയ്ക്ക് പോകേണ്ട സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ ഇരിക്കേണ്ട സമയത്തായിരിക്കും നിങ്ങൾ ഈ പറയുന്ന പരിപാടി ചെയ്യേണ്ടി വരിക. നിങ്ങളുടെ പ്രൊഫഷൻ നിങ്ങൾ നോക്കേണ്ടി വരിക. ബുദ്ധിമുട്ടല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് പറയണത്. 7ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് 5, 4, 3, 2, 1 അങ്ങനെ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്ക് ഉണ്ട്. ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അതായത് പറയുകയാണെങ്കിൽ 5 കാര്യങ്ങൾ, നമുക്ക് കാണാൻ കഴിയുന്ന 5 കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് തൊടാൻ പറ്റുന്ന 4 കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ എഴുതുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന 3 കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ എഴുതുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന 2 കാര്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ എഴുതുക. അതേപോലെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുക. ബിരിയാണി ആവാം, എന്താവാം. സോ അങ്ങനെയുള്ള ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുമ്പോൾ നിങ്ങളുടെ ഫോക്കസ്, നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക ശ്രദ്ധ, ഏകാഗ്രത നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. സോ ഡെയിലി നിങ്ങളിത് എഴുതുന്ന സമയത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് വേണം നിങ്ങളിത് എഴുതാൻ. എപ്പോഴും ഇത് എഴുതിക്കൊണ്ടിരിക്കാനല്ല പറയണത്. നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പോയി നിങ്ങൾക്ക് ഫോക്കസൊക്കെ നഷ്ടപ്പെട്ടു, എനിക്ക് വർക്കൊക്കെ ചെയ്യാനുണ്ട്, പക്ഷേ ശ്രദ്ധ കിട്ടുന്നില്ല, ഈ ഒരു മൊമെൻറ്റിൽ വേണം നിങ്ങളിത് എഴുതാൻ. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധ തിരിച്ച് കിട്ടുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ ലക്ഷ്യം ഇതാണല്ലോ. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എഴുതുക.
അതായത് കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ, തൊടാൻ പറ്റുന്ന 4 കാര്യങ്ങൾ, കേൾക്കാൻ പറ്റുന്ന 3 കാര്യങ്ങൾ, മണക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1 കാര്യം. ഇതെന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് എഴുതി വയ്ക്കുക. മണക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? പെർഫ്യൂം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റോസാപ്പൂവായിരിക്കാം. എന്തോ നിങ്ങളത് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇങ്ങോട്ട് ശ്രദ്ധ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഏകാഗ്രത കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അത് നമുക്ക് നടക്കുന്നുണ്ടോ? നമ്മൾ വിജയിച്ചു. 8ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് വിൻ ജേണൽ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. ദിവസവും നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ദിവസവും എഴുതി വെക്കേണ്ട ഒരു കാര്യം. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കാൻ പറ്റുന്ന 3 കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. ദിവസവും ഓരോന്നിനെക്കുറിച്ച് എഴുതാം. ഒരു ഡയറിയിൽ അങ്ങനെ എഴുതി പോവുക. ഇപ്പോൾ ഇന്നത്തെ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എഴുതും, എനിക്ക് കാഴ്ചയുണ്ട്, ഞാൻ ആ കാര്യത്തിൽ ബ്ലെസ്ഡ് ആണ്. കാഴ്ചയില്ലാത്ത എത്രയോ പേരുണ്ട്. എനിക്കിപ്പോൾ നടക്കാൻ പറ്റുന്നുണ്ട്, 2 കാലുണ്ട്, ആ കാര്യത്തിൽ ഞാൻ ബ്ലെസ്ഡ് ആണ്. എനിക്ക് 2 കൈകളുണ്ട്, ഞാനതിൽ ബ്ലെസ്ഡ് ആണ്. 3 കാര്യങ്ങളായി. അടുത്ത ദിവസം വേറൊന്നും എഴുത്. അങ്ങനെ നിങ്ങൾ ഡെയിലി എഴുതി നിങ്ങളൊരു 365 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ആ ഡയറി എടുത്തൊന്ന് നോക്കണം. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആണെന്നുള്ളത്, എന്തെല്ലാം കാര്യങ്ങളിൽ നിങ്ങളെന്താ പറയുക, ഗ്രേറ്റ്ഫുൾ ആണെന്നുള്ളത് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. നഷ്ടപ്പെട്ടു പോയ മോട്ടിവേഷനും നഷ്ടപ്പെട്ടു പോയ എനർജിയൊക്കെ നിങ്ങൾക്ക് ഈ ഡയറി നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരും. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട്. എന്നിട്ടാണ് നിങ്ങൾ പല കാര്യങ്ങളിലും അനാസ്ഥ കാണിക്കുന്നത് എന്നുള്ളത് സ്വയം തിരിച്ചറിവ് നിങ്ങൾക്ക് വരും. പലപ്പോഴും ഒരു മോട്ടിവേഷനായിട്ട് മാറും. നിങ്ങൾ അത്ര ഇല്ലാത്ത ആളല്ല, ഒന്നിനും കൊള്ളാത്ത ആളല്ല, നിങ്ങളൊരു കേമനാണ് അല്ലെങ്കിൽ കേമിയാണെന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഇതിൽ നിന്നുണ്ടാക്കും. നിങ്ങളൊരു ഭിക്ഷ യാചിച്ച് നടക്കുന്ന ഒരാളുടെ അവസ്ഥയിലല്ല എന്നുള്ള ഒരു സ്വയം തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവും. സോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് നിങ്ങൾ എന്നുള്ളൊരു സ്വയം തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവും. ഇത്രയും കഴിവുള്ള ഞാൻ എന്തിന് ഈ പറയുന്ന പോലെ ലൈഫും പ്രൊഫഷനും കൂട്ടിക്കുഴയ്ക്കണം എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. സോ എഴുതി വെക്കുന്ന കാര്യങ്ങൾ എത്ര ചെറുതായാലും ശരി, അത് എഴുതി വയ്ക്കുക. നിങ്ങൾ ബ്ലെസ്ഡ് ആയിട്ടുള്ള, നിങ്ങൾ നന്ദി പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഈ പ്രകൃതിയോട് നന്ദി പ്രകടിപ്പിക്കേണ്ടതായിട്ടുള്ള എന്തെല്ലാം നേട്ടങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടോ എഴുതി വയ്ക്കുക. ഒരു ഫാമിലി ഉണ്ട്, 2-3 കുട്ടികളുണ്ട്, അച്ഛനമ്മ ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പലതും ഉണ്ട്, എഴുതി വയ്ക്കുക. ഒരു പ്രോഗ്രസ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കണമെങ്കിൽ, അത് ജീവിതത്തിലും പ്രൊഫഷണലും ആയിട്ടും ഉണ്ടാകണമെങ്കിൽ ഇതുപോലൊരു സാധനം നല്ലതാണ്. വളരെ പ്രോഗ്രസീവായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. അത് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും, പ്രൊഫഷണൽ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അത് ഒരുപാട് ഉപകാരപ്പെടും. എനിക്കൊന്നുമില്ല, ഞാനൊന്നും നേടിയിട്ടില്ല, ഞാൻ വെറും വേസ്റ്റാണ് എന്ന് പറയുന്ന അവസ്ഥയിലാണ് പലപ്പോഴും പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും ഫെയിലിയർ ആവുന്നത്. അവർക്കാണ് ഈ പറയുന്ന ബാലൻസ് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളത്. 9ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാരറ്റോ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന സാധനം നമ്മുടെ ടാസ്കുകളിലൊക്കെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നല്ല ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സമയം കളയുക എന്നുള്ളതാണ്. ചുമ്മാ ടൈം കളയുന്ന പരിപാടിയിൽ പോയി തലയിടാതിരിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പല വീഡിയോയിൽ നമ്മളിത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് 80-20 റൂൾ എന്ന് പറയുന്ന പരിപാടിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 20% എഫേർട്ട് ഇട്ടുകൊണ്ട് നമ്മൾ 80% റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണത്. കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു പരിപാടി. കുറച്ച് എഫേർട്ട്, ഒരു 20% എഫേർട്ട് ഇട്ടുകൊണ്ട് 80% റിസൾട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, പൊളിയല്ലേ? അല്ലാതെ 80% നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ട് 20% നിങ്ങൾ മെച്ചം ഉണ്ടാക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ ആ പരിപാടി ചെയ്യാണ്ടിരിക്കുക നല്ലത്. സോ വളരെ സെലക്റ്റീവായിട്ട് ചെയ്യുന്ന കാര്യം വളരെ പ്രൊഡക്റ്റീവായിരിക്കണം, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ചുമ്മാ ടൈം പാസ്സായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയമൊന്നും നിങ്ങൾ ചിലവാക്കരുത്. കാരണം നിങ്ങൾക്ക് പ്രൊഫഷനുണ്ട്, നിങ്ങൾക്ക് ലൈഫുണ്ട്, രണ്ടും നിങ്ങൾക്ക് എൻജോയ് ചെയ്യണം. സോ പ്രൊഡക്റ്റീവ് അല്ലാത്ത കാര്യങ്ങളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫും ഉണ്ടായിരിക്കില്ല, പ്രൊഫഷനും ഉണ്ടായിരിക്കില്ല, രണ്ടും കുളമായിട്ടുണ്ടാവും. കാരണം രണ്ടിനും സമയം കണ്ടെത്താൻ പറ്റില്ല. ഇനി ഇതെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റുവെച്ചാൽ നിങ്ങൾ ഡെലിഗേറ്റ് ചെയ്യുക, മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. എന്തിന് നിങ്ങൾ തന്നെ പോയിട്ട് തലയിട്ടിട്ട് നിങ്ങൾ തന്നെ പോയിട്ട് ആ പരിപാടി ചെയ്യണം എന്നുള്ളത് എന്താ നിർബന്ധം? മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന അവസ്ഥയിലുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്തേക്കേ. അപ്പോൾ എല്ലാ കാര്യത്തിലും പോയി തലയിടണ്ട. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ എഫേർട്ട് ഇടേണ്ട, വളരെ ഇൻറ്റൻസീവായിട്ട് ചെയ്യേണ്ട ആ ഒരു 20% മാത്രം പോയിട്ട് തലയിടുക. എല്ലാറ്റിലും പോയി തലയിടണ്ട. പ്രൊഡക്റ്റീവ് ആകും എന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകും ഫ്യൂച്ചറിൽ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളിൽ പോയിട്ട് നിങ്ങൾ തലയിട്, അത് ചെയ്യേ. 10ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കൊട്ടിക്കലാശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് എല്ലാം ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ലൈഫ്, നമ്മുടെ പ്രൊഫഷൻ, ഇതെല്ലാം നമ്മൾ മാനേജ് ചെയ്യുന്ന സമയത്തും നമുക്ക് വേണ്ടപ്പെട്ട ഒന്നുണ്ട്. ഇത് രണ്ടും അല്ലാത്ത ഒന്ന്, ഉറക്കം. നന്നായിട്ട് ഉറങ്ങാൻ നിങ്ങൾക്ക് പറ്റണം. കൃത്യമായിട്ട് നിങ്ങൾ കിടക്കണം, കൃത്യസമയത്ത് നിങ്ങൾ ഉണരണം. അതിനൊരു ടൈം നിങ്ങൾ
അലോട്ട് ചെയ്ത് വെക്കണം. 10 മണി അല്ലെങ്കിൽ 11 മണിക്കാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ടൈമിൽ നിങ്ങൾ എണീക്കണം. ഒരു 8 മണിക്കൂറെങ്കിലും ഉറക്കം കിട്ടുകയാണെങ്കിൽ വളരെ നല്ലത്. മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും കിട്ടണം. സോ അതിന് കണക്കാക്കിയിട്ട് നിങ്ങൾ സമയം മാറ്റി സ്കെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈമിനകത്ത് നിങ്ങൾ കിടക്കുന്നു, കൃത്യമായിട്ട് നിങ്ങൾ ഉണരുന്നു. സോ ആ കൃത്യമായിട്ടുള്ള നല്ല കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻറ്ററപ്റ്റഡ് അല്ലാത്ത നല്ല സൂപ്പറായിട്ടുള്ള ഒരു സ്ലീപ്പ് നിങ്ങൾക്ക് ആവശ്യമാണ്. അതിനെന്തൊക്കെ ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് വായിക്കാം. ചില ആൾക്കാർക്ക് ബുക്ക് വായിക്കുന്ന സമയത്ത് ഈ പറയുന്നൊരവസ്ഥയുണ്ട്, കോട്ട് വായിടും പെട്ടെന്ന് ഉറങ്ങും. നമ്മൾ സ്കൂളിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ, ബുക്കാണ് തുറന്നാൽ നമുക്ക് ഉറക്കം വരാൻ തുടങ്ങും അല്ലേ. അങ്ങനെ ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷേ ബുക്ക് വായിക്കുമ്പോൾ ഉറക്കം വരുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് ഒരു പാട്ട്, ഒരു സ്മൂത്തായിട്ടുള്ള ഒരു മെലഡി കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഉറക്കം വരുന്നതെങ്കിൽ ഓക്കെ, അങ്ങനെ ചെയ്യാം. ഒരു പോഡ്കാസ്റ്റ് കേട്ട് കണ്ണടച്ച് കിടക്കുമ്പോഴായിരിക്കും ചില ആൾക്കാർക്ക് ഉറക്കം വരുന്നുണ്ടാവുക, അത് ചെയ്തു നോക്കാം. എന്തെങ്കിലും ചെയ്യേ, നല്ല ഉറക്കം ഉണ്ടാവണം. ഈ പ്രൊഡക്ടിവിറ്റിയും ലൈഫ് ബാലൻസൊക്കെ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉറങ്ങണം, നിങ്ങൾക്ക് റെസ്റ്റ് വേണം. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ വർക്കും നിങ്ങളുടെ ഈ ലൈഫും തമ്മിലുള്ള ഒരു ബാലൻസ് നിങ്ങൾക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.